UDF പ്രഖ്യാപനം വന്നു. ഇനി UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. UDF സുസജ്ജമായി തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ അവിടെ ഇലക്ഷൻ കൺവെൻഷൻസും അതുപോലെ എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. UDF ഒരു ആത്മവിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായും. കാരണം UDFന്റെ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ നിലമ്പൂരിലുള്ളത്. ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ബൈ ഇലക്ഷനിലൊക്കെ UDF ജയിച്ചിട്ടാണുള്ളത്. ഈ ഒരു തെരഞ്ഞെടുപ്പിലും UDF ജയിക്കും. UDFനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിരുന്ന PV അൻവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഒരു അസംതൃപ്തി പരസ്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? അതൊക്കെ UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. കാരണം അതൊക്കെ ഇനിയും സമയമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വികാരമാണത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് UDFന് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ UDF ശ്രദ്ധിക്കും. PV അൻവറിന് UDFനൊപ്പം തന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അത് UDF ഘടകകക്ഷികൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും. ഈ PV അൻവർ UDFനൊപ്പം നിൽക്കുന്നത് ഗുണം ചെയ്യുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം നിൽക്കുന്നത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളൊരു വലിയ ശ്രമവും. അതിനുവേണ്ടിയുള്ള ചർച്ചകളിൽ മുസ്ലിം ലീഗൊക്കെ മുൻപന്തിയിലുണ്ടാവും. അല്ല, അവിടെ നിലമ്പൂർ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും എങ്ങനെയാണോ അതിനുള്ള എല്ലാ രീതിയിലുമുള്ള ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കും. കേന്ദ്രമായുള്ള ചർച്ചയിൽ മുസ്ലിം ലീഗ് ഇടനിലക്കാരനായി നിന്നിരുന്നു. ഇല്ലല്ല, അത് UDF ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു കോർഡിനേഷനായിട്ട് ഉണ്ടായിട്ടുള്ളത്. അൻവർ പറയുന്നത് ഇത് UDFന്റെ സ്ഥാനാർത്ഥിയല്ല, അത് കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയാണ്, UDFന്റെ തീരുമാനമല്ല എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ UDFന്റെ ആണെന്നുള്ളത് എല്ലാവരും UDFന്റെ ഘടകകക്ഷികൾ അടക്കമുള്ള ആളുകൾ തീരുമാനിച്ചതാണ്. അതൊക്കെ ഇനി ഭാവിയിൽ ദിവസങ്ങളുണ്ടല്ലോ, അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഏതായാലും ഇനിയിപ്പം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ സജീവമാവില്ലേ? തീർച്ചയായും നമ്മൾ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം PV അൻവർ വിഷയമാണെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.